നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് ആൻഡ് സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ 2 ഡിഫറെന്റ് കേസസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ എല്ലാ ബേസിക് ഐഡിയാസും നമുക്ക് കിട്ടിയായിരുന്നു. നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിരുന്ന ലെൻസിലോ ഡിറക്ഷൻസ് എല്ലാം നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിച്ചായിരുന്നു. ഇന്നിനി നമ്മൾ നോക്കാൻ പോകുന്നത് മ്യൂച്വൽ ഇൻഡക്ടൻസും സെൽഫ് ഇൻഡക്ടൻസും ആണ്. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെ എന്തായിരുന്നു? Whenever there is a change in magnetic flux, an EMF will be induced in it. ആ EMF-നെ നമ്മൾ എന്ത് വിളിക്കും? ഇൻഡ്യൂസ്ഡ് EMF എന്ന് വിളിക്കും. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന കറണ്ടിനെ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ന് വിളിക്കും. റൈറ്റ്. സോ അവിടെ നിന്ന് നമുക്കറിയാം ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ EMF അല്ലെ കറണ്ട് ജനറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ കേസ് ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇഫ് there is a change in electric flux, ഇലക്ട്രിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുമ്പോൾ EMF ജനറേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ജനറേറ്റ് ചെയ്യില്ല കേട്ടോ. Whenever there is a change in magnetic flux, an EMF will be induced in the circuit. ഇത് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. If there is a capacitor, ആ capacitor in between the plates of a capacitor, we know there will be some electric field, right? അങ്ങനെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന് ചേഞ്ച് ഉണ്ടാവുമ്പോൾ is there any possibility to generate current എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ഇല്ല, നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ EMF ഇൻഡ്യൂസ് ചെയ്യുള്ളൂ അല്ലേ? സോ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 സ്പെഷ്യൽ കേസസ് ആണ്. മ്യൂച്വൽ ഇൻഡക്ടൻസും ഉണ്ട്, സെൽഫ് ഇൻഡക്ടൻസും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായിരുന്നു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. കുറേ തവണ ഞാൻ റിപ്പീറ്റഡ്ലി പറഞ്ഞു. Whenever there is a change in magnetic flux, an EMF will be induced in the circuit. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഒരു പാർട്ടാണ് മ്യൂച്വൽ ഇൻഡക്ടൻസും അടുത്തത് സെൽഫ് ഇൻഡക്ടൻസും ആണ്. സോ നമ്മുടെ ഫാരഡേസ് തേർഡ് എക്സ്പെരിമെന്റ് നിങ്ങൾ ഓർമ്മയുണ്ടോ? ഫാരഡേസ് തേർഡ് എക്സ്പെരിമെന്റ് നമുക്കറിയാം 2 coils are there and when I am switch off and on one current passing through coil number 1, an EMF will be induced in coil 2 എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആ കേസ് തന്നെയാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയാം. സോ 2 കോയിൽസ് നമ്മളിങ്ങനെ അടുത്തടുത്ത് വെച്ചിരിക്കുക. സോ ഫസ്റ്റ് കോയിൽ, ഒരു കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഐ എം കോളിംഗ് ആസ് കോയിൽ നമ്പർ 1. കോയിൽ നമ്പർ 1-ലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. So when current is passing through coil number 1, a magnetic field will be generated in that area. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ കോയിൽ നമ്പർ 2 പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആ കറണ്ടിന്, ആ പാസ് ചെയ്യുന്ന കറണ്ടിന് ഇഫ് ഐ എം ചേഞ്ചിങ് ദ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു, അല്ലെ സ്വിച്ച് ഓഫ് ചെയ്ത് 0 ആക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്ന കേസിൽ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ചേഞ്ച്. ആ ഏരിയയിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നു. സോ വെൻ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചസ്, മാഗ്നറ്റിക് ഫ്ലക്സ് വിൽ ഓൾസോ ചേഞ്ച്. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കോയിൽ നമ്പർ 2-ല, ആ അടുത്തിരുന്ന കോയിലില്ല. അങ്ങനെ കോയിൽ നമ്പർ 1-ലെ കറണ്ടിന്റെ ചേഞ്ച് കാരണം കോയിൽ നമ്പർ 2-ൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്ന ആ ഫെനോമെനയാണ് നമ്മൾ എന്ത് വിളിക്കുക? മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയാം. സോ മ്യൂച്വൽ എന്ന് കേൾക്കുമ്പോൾ ഓർക്കുക 2 കോയിൽസ് ഉണ്ട്. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. സോ മ്യൂച്വൽ എന്ന് പറയുമ്പോൾ 2 കോയിൽസ് ഉണ്ട്. ഇത് ഏറ്റവും നന്നായിട്ട് എനിക്ക് ഈ മ്യൂച്വൽ ഇൻഡക്ടൻസ് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരിക എന്നറിയോ? നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം അവർ ഭയങ്കര കൺസേൺഡ് ആണ്, ചുറ്റുമുള്ളവരെയൊക്കെ പറ്റി ഭയങ്കര കൺസേൺഡ് ആണ് അല്ലേ? സോ നമ്മുടെ വീട്ടിലെ ഗ്രാൻഡ് പേരൻറ്റ് അടുത്തുള്ള വീട്ടിൽ കറണ്ട് പോവുക, സപ്പോസ് സംതിങ് ഈസ് ഹാപ്പനിങ്, കറണ്ട് പോകുന്ന കേസിൽ നമ്മുടെ വീട്ടിലെ ഗ്രാൻഡ് പേരൻസ് ഇങ്ങനെ ഇരുന്നിട്ട് പറയൂ അവരുടെ വീട്ടിൽ കറണ്ട് ഇല്ലല്ലോ, എന്ത് പറ്റിയാവോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? അത് തന്നെയാണ് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ടൻസ്. തൊട്ടടുത്ത കോയിലിലെ കറണ്ടിന് ചേഞ്ച് കാരണം അപ്പുറത്തെ കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് വിളിക്കും. അതേപോലെ നമ്മുടെ കേസിലാണ് എങ്ങനെയാ? നമ്മളല്ല കേട്ടോ, നിങ്ങൾ ന്യൂജൻ. സോ നിങ്ങൾ എന്ത് ചെയ്യും? നമ്മളെ പറ്റി മാത്രമേ ചിന്തിക്കത്തുള്ളൂ, റൈറ്റ്? സോ സെൽഫാണ്, നമ്മൾ സെൽഫ് സെൻട്രിക് ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സെൽഫ് ഇൻഡക്ടൻസും അതുപോലെ തന്നെയാണ്. സോ നമ്മുടെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടായിരിക്കും നമ്മൾ എപ്പോഴും ടെൻഷൻ അടിക്കുക, റൈറ്റ്? അതേപോലെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കറണ്ടിന്റെ ചേഞ്ച് കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? സെൽഫ് ഇൻഡക്ടൻസ് എന്ന് വിളിക്കാം. അങ്ങനെ ആ സെൽഫ് ഇൻഡക്ടൻസും മ്യൂച്വൽ ഇൻഡക്ടൻസിനെയും കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മജോറിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോവാമല്ലോ, റെഡി അല്ലേ? ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
A pair of adjacent coils has mutual inductance. Pair എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോ അത് mutual inductance related. രണ്ട് കോയിലൊക്കെ ഉണ്ട് mutual inductance related question ആയിരിക്കും. Mutual inductance is given. Current in one coil changes from 0 to 20 amperes in 0.5 seconds. Change in flux linkage എന്ന് ചോദിച്ചിരിക്കുന്നത്. ആ flux, what will be the change in flux associated with the coil എന്ന് ചോദിക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണെങ്കിൽ സെൽഫ് ഇൻഡക്റ്റൻസ് ആണെങ്കിൽ നമ്മൾ കാണുന്ന ഇക്വേഷൻസ് വളരെ ഇന്റർ കണക്റ്റഡാണ്. ഓർത്തിരുന്ന് പഠിക്കാൻ ഒരു ഡിഫിക്കൽട്ട് അല്ല. സോ ഈ കേസിൽ നമുക്കറിയാം, ഞാൻ ഇങ്ങനെയാണ് സെൽഫ് ഇൻഡക്റ്റൻസിനെ തന്നെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ കോയിൽ ഈസ് പ്രപ്പോർഷണൽ ടു കറന്റ്. So I can write n phi is equal to a constant into I, and this constant in the case of mutual inductance I am calling as M. Mutual inductance നമ്മൾ M into I എന്ന് വിളിക്കും. Okay. So നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? What I want to find the flux linkage. Flux linkage എന്ന് പറഞ്ഞാൽ നമ്മുടെ n phi കാൽക്കുലേറ്റ് ചെയ്യാനാ പറയാം. So I know n phi flux linkage. I am writing here flux linkage is equal to n phi which is equal to M into I. So change in flux linkage. So I can write delta n phi എന്ന് എഴുതട്ടെ. Yeah. So delta n phi is equal to change എന്നാണ് ഉദ്ദേശിച്ചത്. So delta M into I. So M is a constant, I know. Mutual coefficient of mutual inductance ആ കോയിലിന്റെ കേസിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. So M into delta I. കഴിഞ്ഞു. Mutual inductance is given. എത്രയാ mutual inductance കൊടുത്തിരിക്കുന്നത്? 1.5. Mutual inductance ന്റെ യൂണിറ്റ് ആണ് ഹെൻറി. നല്ല പേരല്ലേ? So mutual inductance is Henry. 1.5 into delta I. Current change എങ്ങനെ ചെയ്യുക? 0 to 20. So 20. That change in current will be 20. So I am getting എത്ര കിട്ടൂടാ? 30. 30 Weber is the change in flux. Weber is the unit of magnetic flux, we know. കിട്ടിയില്ലേ ആൻസർ? ഓപ്ഷൻ സി. ക്ലിയർ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yeah. When current changes from 2 ampere to minus 2 ampere in 0.05 seconds, the EMF of 8 volt is induced in the coil. Here I have to find the coefficient of self-inductance. So coefficient of self-inductance ആണെങ്കിൽ mutual inductance ആണെങ്കിൽ I have an equation epsilon equal to, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കോഎഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിനെ നമ്മൾ M വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസിനെ എസ് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് തോന്നും. ബട്ട് എസ് അല്ല, എൽ ആണ്. എപ്സലോൺ ഒരു ഇക്വേഷൻ ഉണ്ട്, നമുക്കറിയാം. എപ്സലോണിന്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? എപ്സലോൺ ഈക്വൽ ടു മൈനസ് ഡി ഫൈ ബൈ ഡി ടി, റൈറ്റ്? നമ്മുടെ ബേസിക് ഇക്വേഷൻ. ഓക്കെ. സോ ഐ ക്യാൻ റൈറ്റ് ഡി ബൈ ഡി ടി ഓഫ്, എനിക്ക് ഓൾറെഡി അറിയാം ഈ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ എൻ ഫൈ ഈസ് ഈക്വൽ ടു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈക്വൽ ടു എം ഐ എന്ന് എഴുതിയാൽ സെൽഫ് ഇൻഡക്റ്റൻസ് എൻ ഫൈ ഈക്വൽ ടു എൽ ഇൻറ്റു ഐ എന്ന് എനിക്ക് എഴുതാം. So here I have to write L into I. So L into di by dt minus L into di by dt is the equation for induced EMF in the case of mutual inductance അല്ല self inductance. ഈ ഇക്വേഷൻ ഇവിടെ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെ കാണിച്ചു തന്ന ഒരുപാട് ഇക്വേഷൻസ് പഠിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് വേണ്ട. ഫ്രം അവർ ബേസിക് ഇക്വേഷൻ ലെൻസിലൂടെ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പുതിയ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് കിട്ടിയിരിക്കുന്നത്. So I have to substitute epsilon equal to minus L into di by dt. So I know epsilon is equal to 8 volt എന്ന് കൊടുത്തിട്ടുണ്ട്. Minus L into magnitude ആണോ ചോദിക്കണേ? അല്ല. Minus L into di, change in current. Final minus initial. So minus 2 minus 2. Is that correct? ഇതല്ലേടാ final current I2. This is initial current I1. So I2 minus I1 divided by time is 0.05. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു എനിക്കിങ്ങനെ 0.05 എന്ന് എഴുതാനൊന്നും ഇഷ്ടമല്ല. സോ ഐ എം റൈറ്റിംഗ് 5 into 10 to the power minus 2. കറക്റ്റ് അല്ലേ? സോ 5 into 10 to the power minus 2. സോ ഐ എം ഗെറ്റിംഗ് എന്ത് കിട്ടും നമുക്ക്? 8 into cross multiplying 5 into 10 to the power minus 2 is equal to 4L. So cut ഇവിടെ 2 വന്നു, 10 into 10 to the power minus 2. So what I am getting? L is equal to നമുക്ക് എത്ര കിട്ടൂടാ? 0.1 ഹെൻറി എന്ന് കിട്ടും. L is equal to 0.1 ഹെൻറി. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സോ സിമ്പിൾ ഇക്വേഷൻസ് ആണ്. ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പോലെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ലതാണ് പഠിക്കാൻ, നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ കുറവ് ഇക്വേഷൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ. സോ മൂവിങ് ഓൺ. Okay,
സോ ഇതൊരു ഡെറിവേഷൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. NCERT ക്വസ്റ്റ്യൻ ആണ്, NCERT സോൾഡ് ആണ്. ഐ തിങ്ക് NCERT ക്വസ്റ്റ്യനിൽ അവർ R1 R2 ഏരിയ റേഡിയസ് ഓഫ് കോയിൽസ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഹിയർ ദിസ് ഈസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അവിടെ നമ്മൾ ആറും ക്യാപിറ്റൽ ആറും എടുക്കുന്നത്, അത് മാത്രമേ ഉള്ളൂ ചേഞ്ച്. സോ ലെറ്റ്സ് സി. Two concentric circular coils, one of small radius r and other of large radius capital R, placed coaxially with coinciding centers are coinciding, obtain the mutual inductance of this arrangement എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ്സ് സി. So two coils I have. First coil radius r and second coil radius capital R. Okay, capital R. So what I want to find? Mutual inductance. Mutual inductance. That means ഇതിൽ ഒരു കോയിലൂടെ ഒരു സർക്കിളിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സർക്കിളിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അടുത്ത സർക്കിളിൽ ഒരു EMF ഇൻഡ്യൂസ്. whenever there is a change in that current, EMF will be induced. കറണ്ട് വെറുതെ പാസ് ചെയ്യുവാണെങ്കിൽ EMF ഉണ്ടാവില്ല. യു നോ, കറണ്ടിന് ചേഞ്ച് ഉണ്ടാവുന്നു. So in that case magnetic flux will change. Magnetic flux will change, then only EMF will be induced. So let's see. Yeah, first coil, നമ്മുടെ large coil, coil number 1, this I am calling as coil number 1, and this is smaller coil I am calling as coil number 2. So when current is passing through coil number 1, so current I is passing through coil number 1. So when current is passing through a coil, magnetic field will be generated. ഒരു circular coil ആണ് magnetic field generate ചെയ്യുന്നത്. We know equation, നമ്മൾ previous chapterൽ പഠിച്ചിട്ടുണ്ട്. Magnetic field at the center of a circular coil is equal to, ഓർമ്മയുണ്ടോ, mu 0 I divided by 2R. 2 pi r വരുന്ന സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ കേസിൽ ഞാൻ അങ്ങനെ ഓർത്തിരിക്കുക. സർക്കുലർ കോയിൽ ആണെങ്കിൽ when current is passing through circular coil, at the center of the circular coil magnetic field will be mu 0 I by 2R ആയിരിക്കും. ഓക്കെ, സോ ഈ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് mu 0 I by 2R മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മുടെ കോയിൽ നമ്പർ 2 പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഐ ക്യാൻ റൈറ്റ് കോയിൽ നമ്പർ 2 ഈസ് in the magnetic field produced by coil number 1, that I am calling as B. ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് കോയിൽ നമ്പർ 2 ഈസ് പ്ലേസ്ഡ്. സോ whenever there is a change in magnetic field, an EMF will be induced, I know. Okay, so I can write epsilon equal to d by dt minus d by dt of n phi, I know. And number of turns, circular coils ആണ്, number of turns ഒന്നും നമ്മളോട് പറയുന്നില്ല. So I am number of turns 1 എന്ന് എടുക്കുകയാണ്. So I can write d by dt of phi. And I know phi is equal to B dot A, BA cos theta. So phi is equal to minus d by dt of BA. Okay. So I am calculating the induced EMF in coil 2 ആണ്. Coil 1-ലെ കറണ്ടിൻ്റെ ചേഞ്ചസ് കാരണം coil 2-ൽ ഇൻഡ്യൂസ് ചെയ്യുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ ചെയ്യുക. So I can write d by dt of, here magnetic field I can write, magnetic field in equation നമുക്ക് കൊടുക്കാം mu 0 I by 2R. And what is the area of this coil? Area of coil number 2. So which is pi, coil area, circular coil alle, pi R square. Okay. So this is the induced EMF produced in the case of coil number 2. But induced EMF അല്ല എന്നോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്, എന്നോട് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സോ ഐ നോ n phi is equal to m into I. നമുക്കറിയാവുന്ന ഇക്വേഷൻ m into I. So n ഇല്ല, ഇവിടെ phi മാത്രമേ ഉള്ളൂ. Phi equal to, phi means I know BA, magnetic field into area of coil 2 is equal to mutual inductance of coil 2 with respect to coil 1 into current. Okay. So B into B equation ഞാൻ substitute ചെയ്യാണ്, mu 0 I divided by 2R, and the area of second coil I know pi R square equal to M21 into I, and I cancels. We know mutual inductance അല്ലെങ്കിൽ self inductance is independent of current, നമുക്ക് already അറിയാം. Okay, so I can write M21 is equal to, you can see mu 0 into pi R square divided by 2R. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓൾസോ യു ക്യാൻ ഇൻക്ലൂഡ്, വി നോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് 2 വിത്ത് റെസ്പെക്ട് ടു 1 ആണെങ്കിലും 1 വിത്ത് റെസ്പെക്ട് ടു 2 ആണെങ്കിലും സെയിം ആണെന്ന് നമുക്കറിയാം. സോ ദാറ്റ് ഓൾസോ യു ക്യാൻ ആഡ് ഹിയർ. ഓൾസോ നമുക്കറിയാം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഞാൻ പറഞ്ഞു കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ പെയർ ഓഫ് കോയിൽസ് ഡിപ്പെൻഡ്സ് ഓൺ
രണ്ട് കോയിൽസിന്റെ സെപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കോയിൽസിന്റെ ജോമെട്രി ഓഫ് ദ കോയിൽ എന്ന് വെച്ചാൽ കോയിലിന്റെ ഏരിയ, കോയിലിന്റെ ലെങ്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ. ആ ക്വസ്റ്റ്യനും നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സെൽഫ് ഇൻഡക്ടൻസ് ഓർ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ, കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ മൂവിങ് ഓൺ. Next question, a plot of magnetic flux versus current, phi versus I ഗ്രാഫ് നമ്മളോട് കൊടുത്തിരിക്കുന്നത്. And for two inductors, രണ്ട് കോയിൽസിന്റെ കേസിലാണ് കൊടുത്തിരിക്കുന്നത്. Which one has larger self inductance എന്നാണ് ചോദിച്ചിരിക്കുന്നത്. I know N phi is equal to Li, and I can write L is equal to N phi by I. Okay, so I know self inductance is proportional to phi by I. ഈ phi by I എന്ന് പറയുന്ന ഈ ഗ്രാഫിൽ എന്താ നമ്മുടെ phi by I, ഫ്ലക്സ് ബൈ കറണ്ട് എന്നുള്ളത്. ഫ്രം ദിസ് ഗ്രാഫ് phi is along y axis and I is along x axis, so I can write phi by I is the slope of this graph. അല്ലേ, സ്ലോപ്പ് ആണ്. സ്ലോപ്പ് ആകുമ്പോൾ സ്ലോപ്പ് കൂടുതൽ ഏതിനാ? So I know slope of area is greater, slope of area is great, A is greater, not area, slope of first coil A is greater. എയുടെ കൂടുതലാണെങ്കിൽ I can say A is having greater self inductance, so self inductance of A will be greater. A ക്ക് ആയിരിക്കും, you can see slope കൂടുതൽ A ക്കല്ലേ, so L is having സെൽഫ് ഇൻഡക്ടൻസ് കൂടുതലും കോയിൽ നമ്പർ A ക്ക് ആയിരിക്കും. എടാ ഇതെല്ലാ ഗ്രാഫ് നമ്മളെ പഠിപ്പിക്കണമെന്നില്ല. സപ്പോസ് നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഗ്രാഫ് ഒരു എക്സാമിന് കാണുകയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ആക്സിസ് നോക്കുക, എക്സ് വൈ കോർഡിനേറ്റ്സ് എന്താ നോക്കുക. അവിടുന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും കാൽക്കുലേറ്റ് അല്ലെ ഏതാ കൂടുതൽ ഗ്രേറ്റ് അല്ല സർ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. സോ ആ കേസിൽ നിങ്ങൾ നോക്കുക ഇതിൽ എങ്ങനെയാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. ആ ഒരു ആക്സിസിലെ ടേംസും ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ക്വാണ്ടിറ്റിയും തമ്മിൽ വളരെ ഫെമിലിയർ ആയിട്ട് കണക്ട് ചെയ്യാവുന്ന ഒരു ഇക്വേഷൻ നമുക്ക് ഓർമ്മയുണ്ടാവും. സോ ഫ്രം ദാറ്റ് ഇക്വേഷൻ ഫസ്റ്റ് ഡിസൈഡ് ഏരിയ കണ്ടുപിടിക്കണോ സ്ലോപ്പ് എടുക്കണോ വാട്ട് ഐ ഹാവ് ടു ഡു എന്നുള്ള അവിടുന്ന് ഒരു ഐഡിയ കണ്ടുപിടിക്കും. ഓക്കെ, സോ മൂവിങ് ഓൺ. Next question, an EMF of 100 millivolt induced in a coil when current another coil becomes 10 ampere from 0 to time ഒക്കെ കൊടുത്തിട്ടുണ്ട്. So I can write, so EMF epsilon equal to 100 millivolt and current changes from I1 is equal to 10 ampere and I2 current changes from 10 ampere to 0 ampere. In time is given 0.1 second. Coefficient of mutual inductance. Mutual inductance in any area, mutual inductance M is equal to, അല്ലെങ്കിൽ I can write epsilon equal to minus M into di by dt. Okay. എടാ ശരിക്കും പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആകെ കാണാവുന്ന മൂന്ന് ഇക്വേഷൻസ്. ഫസ്റ്റ് ഇക്വേഷൻ മ്യൂച്വൽ N phi is equal to, I will write here. ഓക്കെ, ഇതൊരു ജനറൽ കേസാണ്. സോ N phi is equal to മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ കേസാണ് M into I, ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ അവരുടെ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ടേംസ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ടൻസ് എപ്സിലോൺ ഈക്വൽ ടു മൈനസ് M into di by dt. തേർഡ് ഇക്വേഷൻ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഈസ് ഈക്വൽ ടു mu0 N1 N2 A into L. mu0 mu r വരും മീഡിയം ഉണ്ടെങ്കിൽ, അല്ല എയർ ആണെങ്കിൽ mu0 N1 N2 A. ഈ മൂന്ന് ഇക്വേഷൻസ് മ്യൂച്വൽ ഇൻഡക്ടൻസിനും സെൽഫ് ഇൻഡക്ടൻസിനും ഉള്ളൂ. സോ രണ്ട് ഇക്വേഷൻസും തമ്മിൽ വലിയ ചേഞ്ച് ഒന്നുമില്ല, സിമിലർ ഇക്വേഷൻസ് ആണ്. ഇത് മാത്രമേ ഉള്ളൂ ഈ കേസിൽ നിന്ന് നമുക്ക് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻസ്. സോ ഫ്രം ഹിയർ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എനിക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF തന്നിട്ടുണ്ട്, കറണ്ടിന്റെ ചേഞ്ച് തന്നിട്ടുണ്ട്. സോ ഫ്രം ദീസ് ത്രീ ഇക്വേഷൻസ് ഐ എം ഷുവർ ദാറ്റ് സെക്കൻഡ് ഇക്വേഷൻ ഹിയർ ഐ ഹാവ് ടു ചൂസ്. അങ്ങനെ നമ്മൾ ഇക്വേഷൻ ഏതാന്ന് ഓർക്കുക. ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി സപ്പോസ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് പവറിൻ്റെ ഒക്കെ കുറേ മൂന്ന് ഇക്വേഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഫ്രം ദ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കുക. ഫ്രം ദെയർ യു ഹാവ് ടു ചൂസ് ദ ഇക്വേഷൻ. ഓക്കെ, സോ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണേ 100 millivolt. ഓക്കെ, സോ മില്ലി വോൾട്ടിനെ കൺവേർട്ട് ചെയ്ത് എഴുതിയേക്കാം മില്ലി വോൾട്ട് മൈനസ് M ഇൻറ്റു മ്യൂച്വൽ ഇൻഡക്ടൻസ് ഒന്നും തന്നിട്ടില്ല. മ്യൂച്വൽ ഇൻഡക്ടൻസ് ഇൻറ്റു കറണ്ട് ഈസ് ചേഞ്ചിങ് ഫ്രം 10 to 0. So 0 minus 10 divided by time is 0.1 second. 0.1 എനിക്ക് 10 to the power minus 1 എന്ന് എഴുതുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല. So M into minus 10 into 10 to the power minus 1. So 10 square I am getting here. ഒരു നെഗറ്റീവ് ഉണ്ട്. 10 square എന്ന് വെച്ചാൽ 100 ആണ്. ഈ 100 പോയി. So mutual inductance I am getting as 10 raised to minus 3 Henry. So that I can write 1 millihenry. Correct അല്ലേ? സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മ്യൂച്വൽ ഇൻഡക്ടൻസ് സെൽഫ് ഇൻഡക്ടൻസ് എന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് തെറ്റില്ല. ന്യൂമറിക്കൽസോ തിയറിയോ ഡെറിവേഷനോ വോട്ടെവർ നിങ്ങൾക്ക് തെറ്റാൻ യാതൊരു ചാൻസും ഇല്ല.
ഓക്കെ അല്ലേ? സോ മൂവിങ് ഓൺ. the self-inductance is sometimes called back EMF. Self-inductance നമ്മൾ ഇടയ്ക്കൊക്കെ back EMF എന്ന് വിളിക്കുക. അത് എന്തിനാ അങ്ങനെ വിളിക്കാന്നറിയോ? സെൽഫ് ഇൻഡക്റ്റൻസ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ഒരു കോയിൽ, ആ കോയിലിൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സംഹൗ ആ കറണ്ടിന് ചേഞ്ച് ഉണ്ടാവുകയാണ്. സോ കറണ്ട് ചേഞ്ച് വരുമ്പോഴേക്ക് EMF ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെയുള്ള EMFനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ആ ഫെനോമെനെ നമ്മൾ എന്ത് വിളിക്കും? സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയും. സോ ഈ സെൽഫ് ഇൻഡക്റ്റൻസ് സംടൈംസ് ഐ എം കോളിംഗ് ആസ് ബാക്ക് EMF. ബിക്കോസ് ഈ സെൽഫ് ഇൻഡക്റ്റൻസ് എന്താ ചെയ്യാന്നറിയോ? ആ കോയിലിലെ കറണ്ടിന്റെ ചേഞ്ചസിനെ ഒപ്പോസ് ചെയ്യാണ്, റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, സോ ആ സർക്യൂട്ടിലെ കറണ്ടിന്റെ ചേഞ്ചസിനെ ഒപ്പോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ബാക്ക് EMF എന്ന് വിളിക്കും. ഓൾസോ ഈ സെൽഫ് ഇൻഡക്റ്റൻസിനെ നമ്മൾ ഇനേർഷ്യ ഇൻ മെക്കാനിക്സ് അല്ലെങ്കിൽ അനലോഗ് ടു ഇനേർഷ്യ ഇൻ മെക്കാനിക്സ് എന്ന് പറയും. ഇനേർഷ്യ ഓർമ്മയുണ്ടോ? നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ച് എന്തെങ്കിലും ഒരു ചേഞ്ചിന് റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്നൊക്കെ പറഞ്ഞ് പഠിച്ച ഓർമ്മയുണ്ടോ? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഓടിക്കൊണ്ട് തന്നെ ഇരിക്കാൻ തോന്നും. റെസ്റ്റിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെ കേസിനെ നമ്മൾ ഇനേർഷ്യ പഠിച്ചിട്ടുണ്ട് ലോസ് ഓഫ് മോഷൻ ഈ മെക്കാനിക്സിൽ. അതേ ഇനേർഷ്യ പോലെയാണ് ഈ ഇൻഡക്റ്റൻസ് ഓർ സെൽഫ് ഇൻഡക്റ്റൻസ് ആക്ട് ചെയ്യുന്നതെന്ന് പറയുക. യു ഗോട്ട് ഇറ്റ്? സോ ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് ബാക്ക് EMF. എന്തുകൊണ്ട് നമ്മൾ ബാക്ക് EMF എന്ന് വിളിക്കുക? ബാക്ക് EMF എന്ന് പറയുന്നതിന് കാരണം ഇറ്റ് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ കറണ്ട് ഇൻ സർക്യൂട്ട്. ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ കറണ്ട് ഇൻ ദി സർക്യൂട്ട്. ആ സർക്യൂട്ടിലെ കറണ്ടിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ആ ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുക, ചേഞ്ച് ഇൻ കറണ്ട്. ആൻഡ് ഓൾസോ ദ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഈസ് കോൾഡ്, അല്ലെ സെൽഫ് ഇൻഡക്റ്റൻസിനെ നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കാറുണ്ട്. ഇനേർഷ്യ ഇൻ ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയാറുണ്ട്, ഓർ അനലോഗസ് ടു ഇനേർഷ്യ എന്ന് പറയാറുണ്ട്. ഓക്കെ, എന്താ ഇനേർഷ്യ എന്ന് വിളിക്കുക? ഇനേർഷ്യ മെക്കാനിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനേർഷ്യ വിച്ച് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. ഇവിടെ അതുപോലെ തന്നെ അവിടെ ഉള്ള കറണ്ടിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യുക. നമ്മൾ കണ്ടിട്ടുണ്ട് ലെൻസിൽ വെച്ച് നമ്മൾ എത്രയും മനോഹരമായിട്ട് നമ്മൾ പഠിച്ചതാണ്. എന്താണോ അവിടെ ചേഞ്ച് ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ചെയ്യുന്ന ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്, ആ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സിനെയാണ് ഇൻഡ്യൂസ്ഡ് EMF ഒപ്പോസ് ചെയ്യുക. ഓക്കെ അല്ലേ? സോ മൂവിങ് ഓൺ. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹൗ ഈസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ പെയർ ഓഫ് കോയിൽസ് അഫക്റ്റഡ് വെൻ? 3 കേസസ് കൊടുത്തിരിക്കുക. മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് എന്ത് ചേഞ്ചാ വരിക എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒരു കോയിലിന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ചോദിക്കുകയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് M ഈസ് ഈക്വൽ ടു, ഐ ടോൾഡ് യു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക നമ്മൾ കുറേ തവണ പറഞ്ഞാണ്. എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക? കോയിലിന്റെ ജോമെട്രിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കോയിൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ആ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ M ഈസ് ഈക്വൽ ടു, ജസ്റ്റ് പ്രീവിയസ് സ്ലൈഡിൽ ഞാൻ എഴുതിയായിരുന്നു, ഓർമ്മയുണ്ടോ? μ0 N1 N2 AL ആണ് നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ. സിമിലർലി സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ഇവിടെ ഒരു ആവശ്യമില്ല, പിന്നെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറയാം. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷനും കൂടെ നിങ്ങളൊന്ന് റീകളക്ട് ചെയ്തേ. L ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തോ പെട്ടെന്ന് ഓർക്കാം. L ഈക്വൽ ടു μ0, അവിടെ N1 N2 ഒന്നുമില്ല, ഒറ്റ കോയിലല്ലേ ഉള്ളൂ. സോ N² AL, A ഏരിയ, L ലെങ്ത് ഓഫ് ദി കോയിൽ. ഇത് സെൽഫ് ഇൻഡക്റ്റൻസിന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ നമ്മളിവിടെ കണ്ടത്. ഓക്കെ അല്ലേ? കണക്ട് ചെയ്ത് ഓർത്തിരിക്കാമല്ലോ. അതേപോലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ഇക്വേഷൻ ഇൻഡ്യൂസ്ഡ് EMFന്റെ ഞാൻ എഴുതി. എപ്സിലോൺ ഈക്വൽ ടു -M ഇൻറ്റു ആണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M അല്ലേ, -M ഇൻറ്റു di/dt -M ഇൻറ്റു di/dt. ആൻഡ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ ആണെങ്കിൽ എന്തായിരിക്കും? യു ക്യാൻ ഗസ് ആക്ച്വലി, -L ഇൻറ്റു di/dt. സോ ഇക്വേഷൻസ് വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഓക്കെ, സോ എനിവേ അത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാർട്ടല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. സോ ഹൗ ഈസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ് അഫക്റ്റഡ് വെൻ ദി സെപ്പറേഷൻ ബിറ്റ്വീൻ കോയിൽസ് ഈസ് ഇൻക്രീസ്ഡ്? സോ നമ്മൾ ആക്ച്വലി ഈ സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും 10th പഠിക്കുന്നുണ്ട് അല്ലേ? ജസ്റ്റ് ഒരു ബേസിക് ഐഡിയാസ് പഠിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ഇങ്ങനെ ആയിരിക്കും. ഫസ്റ്റ് കോയിൽ നമ്പർ 1, ഇതിലൊരു കീ ഒക്കെ വേണേൽ കണക്ട് ചെയ്യാം. കോയിൽ നമ്പർ 1 ആൻഡ് ദിസ് വിൽ ബി കോയിൽ നമ്പർ 2 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് കൊടുത്തിരിക്കുന്നത്. കോയിൽ നമ്പർ 2 ഒരു ഗാൽവനോമീറ്റർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഫിഗർ ഒക്കെ കൊടുത്തിട്ടുണ്ടാവുക. ബട്ട് നമ്മൾ +1 +2ലേക്ക് എത്തിയപ്പോഴേക്കും നമ്മുടെ ഫിഗർ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി ആയിരിക്കാം NCERT 2 കോയിൽസും കൂടെ ഒന്നിച്ച് ഇങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുക. യു ക്യാൻ സീ ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫിഗർ എങ്ങനെയാണെന്ന് അറിയോ. സോ ഇങ്ങനെ ഫസ്റ്റ് കോയിൽ, സെക്കൻഡ് കോയിൽ അതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പം നിങ്ങളാണെങ്കിലും ഇടയ്ക്ക് ഓർക്ക് ഇത് എന്താണ് ആ ഫസ്റ്റ് ഫിഗർ, ഈ ഫിഗർ നമ്പർ 1 എന്ത് സിമ്പിൾ ആയിരുന്നു, സെക്കൻഡ് ഫിഗറിൽ എന്തുവായി ചെയ്തിരിക്കുന്നത്, 2 കോയിൽസ് കൂടെ ഒന്നിൻ്റെ അകത്ത് ഒന്ന് കയറ്റി വെക്കുമ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആവുന്ന പോലെ ഒരു ഫീലിംഗ് വരും. പക്ഷെ ഇതങ്ങനെയല്ല. ശരിക്കും എന്താണെന്നറിയോ, 2 കോയിൽസ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF കുറവായിരിക്കും. സോ 2 കോയിൽസും ഏറ്റവും ഇഫക്റ്റീവ്ലി അവർക്ക് ആ ഫ്ലക്സ് ചേഞ്ചും ഇൻഡ്യൂസ്ഡ് EMFും കൺവേ ചെയ്യാൻ പറ്റുന്നവർ രണ്ടുപേരും കൊയാക്സിലി പ്ലേസ് ചെയ്യുമ്പോഴാണ്, ഒന്നിനകത്ത് ഒന്ന് പ്ലേസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും ആ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഏറ്റവും നന്നായിട്ട് ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് ഫിഗർ നമുക്ക് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, നമ്മൾ കുട്ടിയായിരിക്കും പഠിക്കും വോട്ട് ടു സേ, എന്താ ഫോർ എക്സാമ്പിൾ പ്ലാനറ്റ്സ് ആർ മൂവിങ് ഇൻ സർക്കുലർ പാത്ത് നമ്മൾ പഠിക്കാം. കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ദേ ആർ മൂവിങ് നോട്ട് ഇൻ സർക്കുലർ പാത്ത്, എലിപ്റ്റിക്കൽ പാത്തിലാണെന്നറിയാം. സോ അതേപോലെ തന്നെ കുട്ടിയായിരിക്കും നിങ്ങൾക്ക് ഈ ബെറ്റർ ഫിഗർ തന്നേ ഉള്ളൂ. മ്യൂച്വൽ ഇൻഡക്റ്റൻസും സെൽഫ് ഇൻഡക്റ്റൻസും ആക്ച്വലി ഏറ്റവും നന്നായിട്ട് ഏറ്റവും ഇഫക്റ്റീവ്ലി ആ ചേഞ്ച് ഇൻ ഫ്ലക്സ് കാരണം ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യുന്നത് വെൻ ദ കോയിൽസ് ആർ പ്ലേസ്ഡ് കൊയാക്സിലി. ഓക്കെ, സെക്കൻഡ് ഫിഗർ ആണ് ഏറ്റവും ഇഫക്റ്റീവ്ലി ചേഞ്ച് ഇൻ ഫ്ലക്സ് കൺവേ ചെയ്യുക. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം വോട്ട് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കോയിൽസ് ഈസ് ഇൻക്രീസ്ഡ്. വെൻ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കോയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഡിക്രീസ് ചെയ്യുകയോ ചെയ്യുക. സോ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? റീസൺ എനിക്ക് വേണ്ടത്. സോ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് എ മാഗ്നറ്റിക് ഫീൽഡ്. ആ മാഗ്നറ്റിക് ഫീൽഡ് വിത്ത് ഡിസ്റ്റൻസ് കുറേ ദൂരെയാണ് സെക്കൻഡ് കോയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. So when the distance increases, magnetic field decreases. You know, എടാ ഇവിടെ ഒരു മാഗ്നറ്റിക് വോട്ടെവർ ഒരു മാഗ്നറ്റ് ഉണ്ട്, എന്തെങ്കിലും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന എന്ത് കറണ്ട് ക്യാരിങ് കോയിലുണ്ട് അല്ലെ വോട്ടെവർ എന്തോ ഉണ്ട്. സോ ഇവിടെ നിന്ന് ഏറ്റവും കുറേ ഡിസ്റ്റൻസ് മാറിയ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ആ പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് കൂടുന്തോറും ആ മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യണം. റൈറ്റ്, മാഗ്നറ്റിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനോ ഫ്ലക്സ് വിൽ ഡിക്രീസ്. ഫ്ലക്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനോ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു d∅/dt. സോ ഫ്ലക്സിനുണ്ടാവുന്ന ചേഞ്ച് ഡിക്രീസ് ചെയ്യാണ്. അങ്ങനെ ഫ്ലക്സിനുണ്ടാവുന്ന ചേഞ്ച് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF വിൽ ഓൾസോ ഡിക്രീസസ്. ഇൻഡ്യൂസ്ഡ് EMF ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിൽ ഓൾസോ ഡിക്രീസസ്. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വോട്ട് when the separation between the coils increases, the mutual inductance decreases. So I will write the reason. I know n∅ is equal to m into I know. So you have to write in words. Okay, examine varumba ningal nalla sentence okke akki ezhudana. M is equal to n∅ divided by I. So as the distance increases, what will happen? Flux decreases. Flux decrease ചെയ്യുമ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിൽ ഓൾസോ ഡിക്രീസസ്. ഓക്കെ, സ്കൂൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഇൻക്രീസ്ഡ് ഡിക്രീസസ് അതിൻ്റെ റീസണും കൂടെ നിങ്ങൾ ഉറപ്പായിട്ട് മെൻഷൻ ചെയ്യണം. വെദർ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും റീസണും കൂടെ എഴുതണം. ഓക്കെ, സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് ഓക്കെ ആണല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ ഈച്ച് കോയിൽ ഇൻക്രീസ്ഡ്. So I know mutual inductance M is equal to mu0 N1 into AL. I know mutual inductance M is equal to mu0 N1 into AL. mu0 എന്താ? Permeability of free space. ഇനി ഒരു മീഡിയം കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ mu0യുടെ കൂടെ ഒരു mu കൂടെ കൊടുക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ അത്. N1 into number of turns per unit length of coil 1 and 2. A area, L length of coil. ഇങ്ങനെയാണ് നമ്പർ ഓഫ് ടേൺസ് കൂടുക. N1 increases. N2 increases, also N1 also increases. In that case, what will happen? Mutual inductance is sure to increase. ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. N1 or N2 is directly proportional to mutual inductance. Okay അല്ലേ? So next question, a thin iron sheet is placed between two coils. What will happen? ബാക്കിയൊന്നും വേറെ ചേഞ്ച് ഒന്നും ഇല്ല, ഏരിയ ലെങ്ത് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. Only I am placing a thin iron sheet is placed between the coils. So what will happen? നമ്മൾ പറഞ്ഞത് ഇന്ന് ഡിഫറെൻ്റ് അല്ല. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ് നമ്മൾ പറയുന്നത്. സോ ഐ നോ ഇഫ് ദർ ഈസ് നോ എയർ ഓർ വാക്വം ഈസ് ഇൻ ബിറ്റ്വീൻ ദ കോയിൽസ്, ഐ ക്യാൻ റൈറ്റ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആസ് mu0 N1 N2 AL. But if there is a medium, I should change my equation. M is equal to mu0 mu r N1 N2 AL. Mu r is the relative permeability of the medium. Permittivity അല്ല, ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഓർമ്മയിൽ പറയാൻ വന്നതാ. Mu r is the permeability of the medium, relative permeability of the medium. So I know
ഈ നമ്മുടെ അയണിൻ്റെ കേസൊക്കെ, അയണൊക്കെ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസാണ്. നമ്മൾ ആ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, മാഗ്നറ്റിസ് ആൻഡ് മാറ്റർ. So iron ferromagnetic material. So in the case of iron, mu r is greater than 1. ഓർമ്മയുണ്ടോ? ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്, റിലേറ്റീവ് പെർമിയബിലിറ്റി, കുറേ ടേബിൾസ് ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടോ? സോ ഹിയർ mu r is greater than 1. So when mu r is greater than 1, mutual inductance will also increase. നിങ്ങൾക്ക് അറിയോ, ശരിക്കും നിങ്ങൾക്ക് അറിയോ എന്നറിയില്ല, ഒരു ബേസിക് ഐഡിയ. ഏതൊരു കേസ് ആണെങ്കിലും, ഈവൻ ഇൻ ദ കേസ് ഓഫ് കൂളംസ് ലോ ആണെങ്കിലും, ഏത് ഈ മ്യൂ ആർ എപ്സിലോൺ ആർ ഒക്കെ വരുന്ന കേസിൽ നിങ്ങൾക്ക് അറിയാം, എയർ ആണ് ഇൻ ബിറ്റ്വീൻ ദ ചാർജസ് ഓർ ഇൻ ബിറ്റ്വീൻ ദ കോയിൽസ്, വി ഷുഡ് റൈറ്റ് എപ്സിലോൺ ആർ അല്ലെങ്കിൽ മ്യൂ ആർ എന്ന് മാത്രമേ നമ്മൾ കൊടുക്കുകയുള്ളൂ. ബിക്കോസ് എയറിൻ്റെ കേസിൽ, ഫോർ എയർ ഐ വിൽ റൈറ്റ് ഹിയർ, നിങ്ങൾക്ക് മേ ബി അറിയായിരിക്കും, ഇൻ ദ കേസ് ഓഫ് എയർ നമ്മൾ മ്യൂ ആർ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ആൻഡ് എപ്സിലോൺ ആർ ഈസ് ഓൾസോ ഈക്വൽ ടു 1 എയറിൻ്റെ കേസിൽ. അതുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷൻ നമ്മൾ ആക്ച്വലി ആ മ്യൂ ആർ എപ്സിലോൺ ആർ ഒന്നും മെൻഷൻ ചെയ്യാത്തത്. ബട്ട് എയർ അല്ലാതെ, എയർ ഓർ വാക്വം അല്ലാതെ വേറെ ഏത് മീഡിയം വന്നാലും നമ്മൾ ആ പെർമിയബിലിറ്റി ഓർ പെർമിറ്റിവിറ്റി എന്നുള്ള ടേമും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ? ഓക്കെ, സോ മൂവിങ് ഓൺ. ഡിഫൈൻ സെൽഫ് ഇൻഡക്റ്റൻസ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് സെൽഫ് ഇൻഡക്റ്റൻസ്. വാട്ട് ഈസ് സെൽഫ് ഇൻഡക്റ്റൻസ്? സെൽഫ് ഇൻഡക്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം. ഇഫ് ദർ ഈസ് എ കോയിൽ, സോ നിങ്ങൾക്കറിയാം ഡെഫിനേഷൻ, നമ്മൾ ഇത്രയും പറഞ്ഞ, ഇഫ് ദർ ഈസ് എ കോയിൽ, whenever there is a change in current passing through the coil, an EMF will be induced in the same coil itself. ഒരു കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു, whenever there is a change in current in that coil, EMF is induced in the same coil itself is called self inductance. സെയിം വേ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, ഇവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് ചോദിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യന് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്, നിങ്ങൾ എന്ത് എഴുതും? സോ വെനവർ ദർ ഈസ് എ, നമ്മുടെ ഗ്രാൻഡ് പേരൻസിന്റെ കേസ്, വെനവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ കറണ്ട് ഇൻ വൺ ഓഫ് ദ കോയിൽസ്, EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി നിയർ ബൈ കോയിൽ ഈസ് കോൾഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസിന്റെ യൂണിറ്റ് ആയിനോ? സെൽഫ് ഇൻഡക്റ്റൻസ് ഈസ് ഹെൻറി. സോ സെൽഫ് ഇൻഡക്റ്റൻസ് ആണെങ്കിലും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണെങ്കിലും യൂണിറ്റ് ഈസ് ഹെൻറി, H. Okay, like. So second question. A long solenoid with 15 turns per centimeter, okay, has a small loop of area 2 centimeter square. I will write all the terms. So n കൊടുത്തിട്ടുണ്ട് അല്ലേ, സ്മോൾ n അല്ലേ, number of turns per centimeter. So 15 per centimeter അല്ലേ, so 15 divided by 10 to the power minus 2 turns per meter square. പെർ മീറ്റർ ആണ്, ടേൺസ് പെർ മീറ്റർ, കറക്റ്റ് അല്ലേ? സോ പെർ സെന്റിമീറ്റർ കൊടുത്തിരിക്കുന്നത്, ഞാൻ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ആൻഡ് ഏരിയ ആയിനോ? ഏരിയ ഓഫ് ദ കോയിൽ ഈസ് 2 centimeter square. സോ 2 into 10 to the power സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ, -4 meter square, correct? 2 into 10 to the power -2 meter square. Inside the solenoid, normal to axis, fine. If the current carried by the solenoid is changes from 0 ampere to 4 ampere. And the current passing through the solenoid is changes from 2 to 4, right, in 0.1 seconds. Then what is the induced EMF in the loop while the current is changing? So anyway, I know when current is changing, an EMF will be induced. Now induced EMF in the value നമ്മളോട് ചോദിച്ചിരിക്കും. Induced EMF എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ 3 ഇക്വേഷൻസ് ഇവിടെ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ, 3 അല്ല 2 ഇക്വേഷൻ. എപ്സിലോൺ ഈക്വൽ ടു -m into di by dt. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഒന്നും തന്നിട്ടില്ല. സോ വാട്ട് ഐ ക്യാൻ ഡു? എപ്സിലോണിൻ്റെ എനിക്ക് ബേസിക് അറിയാവുന്ന നമ്മുടെ ലെൻസിലോ ഇക്വേഷൻ, ലെൻസസിലോ എപ്സിലോൺ ഈക്വൽ ടു -d∅/dt, -d∅/dt. ഓക്കെ, n ടേൺസ് ഉണ്ട്, സോ n into d∅/dt, ഫൈൻ. So minus n into n turns, long solenoid 15 turns per centimeter, or I can consider that 15 here, not here, because ആ ടേൺസ് മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റും. രണ്ട് കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. സോ ഐ നോ d/dt of BA. ഓക്കെ, cos 0 ആണ്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് cos 0 1 ആണ്. cos 0 എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നോർമൽ ടു ആക്സിസ് എന്ന് പറയുന്നുണ്ട്. സോ BA. And I know magnetic field produced due to a solenoid. Magnetic field is produced due to a solenoid when current is passing. എത്രയാ magnetic field in equation? എന്താ magnetic field in equation? B is equal to mu0 Ni. So I can calculate the magnetic field. So I'm writing here minus d/dt of equation ഇവിടെ substitute ചെയ്യാലോ, mu0 Ni into A. Okay.
സോ ഇവിടെ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ്? ഏരിയ കോൺസ്റ്റന്റ്. ഇവിടെ എന്താ ചേഞ്ച് ചെയ്യുന്നത്? ആകെ കറണ്ട് മാത്രമല്ലേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. സോ കറണ്ട് മാത്രം ആ ഡി ബൈ ഡി ടിയിൽ കൊടുത്ത് ബാക്കി നമുക്ക് ഔട്ട് എടുക്കാം. സോ μ0 n ഇൻറ്റു a ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ആൻഡ് കറണ്ട് ഈസ് ചേഞ്ചിങ് ഫ്രം 2 to 4 in 0.1 second. So μ0യുടെ വാല്യൂ എത്രയാ? 4 pi into 10 to the power minus 7. I am substituting. N ന്റെ വാല്യൂ 15 turns per centimeter. 10 to the power minus 2. Area 2 into 10 to the power minus 4. And di by dt is 2 to 4 in 0.1. അപ്പോൾ 4 minus 2 by 0.1. So I can write 2 by 0.1. That I am writing as 10 to the power minus 1. കാണുന്നില്ല? Okay. So okay ആണോ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. ലെറ്റ്സ് സി. 4 പൈ എന്ന് പറഞ്ഞാൽ ഞാൻ അപ്രോക്സിമേറ്റ്ലി ചെയ്യുകയാണേ. 4 പൈ എന്ന് പറയുന്നത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ കറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഞാനൊരു 12 എന്ന് എടുക്കുകയാണ്. 12 അല്ല. സോ 12 ഇൻറ്റു 15 ഇൻറ്റു 10 to the power minus 11 ഇൻറ്റു ഒരു 2 കൂടി ഇല്ലേ? ഇൻറ്റു 2. ഓക്കെ. സോ 4 പൈ ഈസ് 12, 15 ആൻഡ് അവർ 2 10 to the power minus 7 and minus 4 minus 11 and again ഒരു 2 into 10 to the power 3, right? Check it. Correct അല്ലേ? Yeah. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 4 into 60. So what I am getting? So yeah. So നമുക്ക് എന്ത് കിട്ടും നോക്കിക്കേ. 12 into 4, 15 into 4 is 60. 60 into 12, 12 into 6. എത്ര കിട്ടൂടാ? ഒരു 670 സംതിങ് കിട്ടും അല്ലേ? സോ അപ്രോക്സിമേറ്റ്ലി ഒരു 75 നമുക്ക് ആൻസർ വരിക. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 75 ഇൻറ്റു പവർ എത്ര വരും നോക്കിക്കേ. സോ ദിസ് ഈസ് 60, 750 ഐ എം ഗെറ്റിംഗ്. സോ 1260, 60 ഇൻറ്റു 12, 60 ഇൻറ്റു 12 എന്ന് വെച്ചാൽ ഒരു 750. 10 to the power minus 7 ആണോ 6 ആണോ? ചെക്ക് ഇറ്റ്. സോ 10 to the power minus 11 3 ഉണ്ട്. സോ എത്ര വരും? 8 വരും. പിന്നെ ഒരു 0 കൂടി ഉള്ളതുകൊണ്ട് 10 to the power minus 7 നമുക്ക് ആൻസർ കിട്ടുക. സോ ഡു ഇറ്റ്. കാൽക്കുലേഷൻ പാർട്ട് നിങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഏറ്റവും സ്പീഡിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വളരെ ഈസി ആയിരുന്നു. ജസ്റ്റ് ഓപ്ഷൻസ് നോക്കി എഴുതായിരുന്നു. ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുക തന്നെ വേണം. ഓക്കെ അല്ലേ? സോ മൂവിങ് ഓൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാമല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ. സോ കാൽക്കുലേഷൻ ഒന്നും കാണുമ്പോൾ പേടിക്കണ്ട കേട്ടോ. നമ്മുടെ എൻട്രൻസ് എക്സാംസിനെല്ലാം മോസ്റ്റ്ലി ഓപ്ഷൻസ് ഉണ്ട്, ജയിക്കില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ് ഒക്കെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. കാൽക്കുലേഷൻ ഫാസ്റ്റ് ആക്കുക എന്ന് ഞാൻ വെറുതെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബൈ ഡൂയിങ് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ, നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഫാസ്റ്റ് ആയിട്ട് വരും. ഓക്കെ. സോ വെയിറ്റ് ഫോർ ദ ഡേ. നമ്മൾ തന്നെ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ. സോ മൂവിങ് ഓൺ. A coil of inductance 2 millihenry carrying a current 2 ampere is given. Okay. If the current is reversed in 0.01 second, how much back EMF is produced? നമുക്കറിയാം ബാക്ക് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബാക്ക് ഇ എം എഫ് നമുക്കറിയാം. ബാക്ക് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ അല്ലെ സെൽഫ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ നമ്മൾ എന്ത് വിളിച്ചത്? ബാക്ക് ഇ എം എഫ് എന്ന് വിളിക്കുക. സോ അങ്ങനെ നമ്മുടെ ബാക്ക് ഇ എം എഫ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. So a coil of inductance is given, current is given, time is given. So which equation we have to use? നിങ്ങളൊന്ന് പറഞ്ഞേ, ഏത് ഇക്വേഷനാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഈ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് കുറേ ന്യൂമറിക്കൽസ് പിന്നെ പഠിക്കാന്ന് പറഞ്ഞാൽ മാറ്റി വയ്ക്കുകയല്ല. സോ ഇത് കാണുന്ന ഈ ടൈം കൊണ്ട് നിങ്ങൾ അത്രയും മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ് പെർഫെക്റ്റ് ആയിട്ട് പോകണം. Okay, so for that I am repeatedly asking what is the equation? Mutual inductance നും സെൽഫ് ഇൻഡക്റ്റൻസിനും നമ്മൾ കുറച്ച് ഇക്വേഷൻസ്, കുറച്ചല്ല വളരെ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഓർത്തേ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് അല്ല, ഇവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് പറയുന്നത്. സോ സെൽഫ് ഇൻഡക്റ്റൻസിന്റെ കേസിൽ ഓൺലി വി ഹാവ് സ്റ്റഡീഡ് 3 equations. N phi is equal to Li, that is a basic equation. From there we are actually defining self inductance. And അത് പറഞ്ഞപ്പോൾ ഈ സെൽഫ് ഇൻഡക്റ്റൻസിനെ ഇങ്ങനെയും ഡിഫൈൻ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. സോ സെൽഫ് ഇൻഡക്റ്റൻസിനെ നമുക്കറിയാം എൻ ഫൈ ഈസ് ഈക്വൽ ടു സ്റ്റാർട്ടിങ് നമ്മൾ പറഞ്ഞു ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഫ്ലക്സ് ചേഞ്ച് ഓർ ഫ്ലക്സ് ഈസ് പ്രപ്പോർഷണൽ ടു കറണ്ട് എന്ന് നമ്മൾ പറയാണ്. സോ ഐ നോ when current is passing through a coil, magnetic field is generated and that magnetic field കാരണമാണല്ലോ ഒരു magnetic flux generate ചെയ്യുക, and that magnetic flux is proportional to current എന്ന് എനിക്കറിയാം, current passing through the coil. So when current increases, magnetic field increases, thereby magnetic flux will also increases.
അങ്ങനെയാണെങ്കിൽ from here I am writing n phi is equal to a constant into I, and that constant we are calling as self inductance in the case L എന്ന് വിളിക്കും. So this constant I am calling as L into I. N phi is equal to Li, and L is equal to n phi by I. Okay, that is my equation for self inductance. So നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിന് ഞാൻ നിങ്ങളോട് ഒരു ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? Whenever there is a change in magnetic flux, an EMF will be induced in the same coil itself. Okay, whenever there is a change in current passing through the coil, an EMF will be induced in that coil itself. We are calling a self-inductance. അങ്ങനെ നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസിനെ ഡിഫൈൻ ചെയ്യാം. ബട്ട് മാത്തമാറ്റിക്കലി എനിക്ക് ഇങ്ങനെയും പറയാൻ പറ്റും. എങ്ങനെ? മാത്തമാറ്റിക്കലി ഐ ക്യാൻ സേ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് n phi by I. What is n phi? നമ്മൾ കണ്ടായിരുന്നു, ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിലൊക്കെ കണ്ടായിരുന്നു. n phi എന്ന് പറഞ്ഞാൽ എന്താ? n is the total number of turns. Phi is the magnetic flux. So I can call n phi is the total flux or flux linkage എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഫ്ലക്സ് ലിങ്കേജ് നമ്മളൊരു ക്വസ്റ്റ്യൻ ഇത് കണ്ടായിരുന്നു. ഫ്ലക്സ് ലിങ്കേജ് ഡിവൈഡഡ് ബൈ കറണ്ട് നമുക്ക് പറയാം. ഓക്കെ, സോ ബേസിക്കലി ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് കോയിൽ, ഇത്രേ ഉള്ളൂ മീൻ. ഓക്കെ, ബട്ട് ആ ടേം NCERT പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഫ്ലക്സ് ടേമായിട്ട് ഫെമിലിയർ ആവണം. ഫ്ലക്സ് ലിങ്കേജ് ഈസ് n phi, and I know n phi is equal to Li, where L is self-inductance. Similar way I can write n phi is equal to Mi, where M is mutual inductance. Okay, right. So yeah, നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. A coil of inductance 2 millihenry carrying current 2 ampere. Okay, fine. If the current is reversed, current initially 2 ampere ആയിരുന്നു, reverse ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ -2 ampere ആയി. In 0.01 seconds, how much back EMF is produced? Let's do. Okay, so I'm writing inductance. ഇവിടുത്തെ inductance എത്ര? Self inductance is equal to 2 millihenry. That I can write as 2 into 10 to the power minus 3 Henry. Fine. And current is given 2 amperes. And the I1. So this is I1. And I2 current reverse എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡിന് ചേഞ്ച് ഒന്നുമില്ല. Direction is opposite ആവും. I2 is equal to minus 2 ampere. And for that we are taking a time of 0.01 seconds. So I can write 10 to the power minus 2 seconds. Done. So from here I am writing the equation. ഏത് ഇക്വേഷൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യണ്ടേ? സെൽഫ് ഇൻഡക്റ്റൻസും ഇൻഡ്യൂസ്ഡ് EMF, കറണ്ട് ഉണ്ട്, ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട്. സോ ഇൻഡ്യൂസ്ഡ് EMF കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഏത് ഇക്വേഷനാ? എപ്സിലോൺ ഈസ് ഈക്വൽ ടു മൈനസ് L ഇൻറ്റു di/dt. ഫ്രം വെയർ ഐ ആം ഗെറ്റിംഗ് ദിസ് ഇക്വേഷൻ? നമുക്കറിയാം എവിടെ നിന്നാണ് കിട്ടുന്നത്? ലെൻസസ് ലോ എന്ന് തന്നെയാണ്. ലെൻസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു മൈനസ് d∅/dt. ഫൈക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു മൈനസ് L ഇൻറ്റു di/dt. ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു മൈനസ് L ഇൻറ്റു di/dt. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? എല്ലിൻ്റെ വാല്യൂ L ഈസ് 2 millihenry. 2 ഇൻറ്റു 10 to the power minus 3, മൈനസ് ഉണ്ടേ. di/dt current change here. So this I can write I2, final current minus initial current divided by time. Yeah. So here I can write minus 2 into 10 to the power minus 3 into I2 എത്രയാണ്? Current I2 is 2 അല്ല minus 2. I1 is 2 divided by time is given, and I told you 0.01 seconds. So I am writing that as 10 to the power minus 2 seconds. So 10 to the power minus 2 seconds. Kitti namukku answer. Okay. So I can write minus 2 into minus 4. So minus 4, 10 to the power 2, 10 to the power minus 3. Powers calculate ചെയ്യാൻ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ? So എനിക്ക് മോസ്റ്റ്ലി കാൽക്കുലേഷൻസ് ബെറ്റർ ആവുന്നത് when I am writing in the terms of power 10 to the power minus 3 എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ബെറ്റർ ആവുന്നത്. സോ അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ അല്ലാതെ 0.001 എന്നൊക്കെ എഴുതുമ്പോൾ എനിക്ക് തെറ്റാറുണ്ട്. സോ ബെറ്റർ അപ് ടു യു, ബട്ട് എനിക്ക് തോന്നുന്നത് എപ്പോഴും ബെറ്റർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എറർ വരുന്നില്ല. ഓക്കെ, സോ കൺവേർട്ട് ചെയ്യുന്നത് കറക്റ്റ് ആവണേ. So here I am getting 8 into 10 to the power minus 1. So 8 into 10 to the power minus 1 is 0.8 Henry. Yeah, volt. Henry അല്ല കേട്ടോ, നമ്മളോട് ഇൻഡ്യൂസ്ഡ് EMF ചോദിച്ചാൽ EMFൻ്റെ യൂണിറ്റ് വോൾട്ട് ആണ്. സോ ഐ എം ഗെറ്റിംഗ് 0.8 volt. ഓക്കെ ആണോ?
സോ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഇൻഡക്ടൻസ് ആൻഡ് സെൽഫ് ഇൻഡക്ടൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഏരിയ ക്ലിയർ ആവുകയാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും, റൈറ്റ്? ആ ഒരു സെയിം 3 ഇക്വേഷൻസിനെ ഏത് ക്വസ്റ്റ്യൻ ആണോ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ പാറ്റേൺ വി ഹാവ് ടു യൂസ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇവിടുന്ന് തിയററ്റിക്കലി എപ്പോഴും കാണുന്ന വളരെ കോമൺ ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. സെൽഫ് ഇൻഡക്ടൻസ് ഓർ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ, എപ്പോഴും ചോദിക്കുന്ന ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തൊക്കെയായിരുന്നു? സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കോയിൽസ്, നോട്ട് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആൻഡ് ജോമെട്രി ഓഫ് ദി കോയിൽ, ജോമെട്രി മീൻസ് ഏരിയ, ലെങ്ത് ഓഫ് ദി കോയിൽ, ഇതൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക. നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ, 3 ടേംസ് നിങ്ങൾ പഠിച്ചിരിക്കുക. എന്തൊക്കെയാ? സെൽഫ് ഇൻഡക്ടൻസ് ഓർ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ. എന്തൊക്കെയായിരുന്നു? മ്യൂച്വൽ ഇൻഡക്ടൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ, മ്യൂച്വൽ ഇൻഡക്ടൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കോയിൽസ്, മ്യൂച്വൽ ഇൻഡക്ടൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ N1 and N2, number of turns of coil 1 and 2. Also mutual inductance depends on area and length of the coil. Self inductance ആകുമ്പോൾ എനിക്ക് ആ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ കോയിൽസ് പറയാൻ പറ്റില്ല, ഒറ്റ കോയിലല്ലേ ഉള്ളൂ. സോ ഇൻ ദാറ്റ് കേസ് വി വിൽ സേ സെൽഫ് ഇൻഡക്ടൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ പറയും? സെൽഫ് ഇൻഡക്ടൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലെങ്ത് ഓഫ് ദ കോയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നോട്ട് ദ കറന്റ് പാസിംഗ് ത്രൂ ദ കോയിൽ, ആൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്പർ ഓഫ് ടേൺസ്, n സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ലെറ്റ്സ് ഡു. ഓക്കെ, സോ മൂവിങ് ഓൺ. How does the self inductance of a coil change when an iron rod is introduced in the coil? Okay, so a similar question നമ്മൾ കണ്ടായിരുന്നല്ലേ, അയൺ റോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും എന്ത് ചേഞ്ചാ വരിക എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സോ ഐ ക്യാൻ ഡു ദിസ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ള അല്ലേ. സോ സെൽഫ് ഇൻഡക്ടൻസിനെ എങ്ങനെ എഫക്ട് ചെയ്യാം? നമ്മൾ മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ കേസിൽ അവിടെ പറഞ്ഞത്. ഇവിടെ സെൽഫ് ഇൻഡക്ടൻസിനെ എങ്ങനെയാണ് ഒരു അയൺ റോഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ചോദിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഫാരഡേസ് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, കാണാം, നമ്മളോട് ചോദിക്കുക. എന്താണെന്ന് അറിയോ? ഫാരഡേസ് എക്സ്പെരിമെന്റ് ചെയ്ത് നമ്മളോട് പറയാണ്, സപ്പോസ് how we can increase the induced EMF in a coil എന്ന് ചോദിക്കാം. ഓക്കെ, how we can increase the induced EMF in a coil എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡ്യൂസ്ഡ് EMF എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം. സോ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ ചെയ്യും നമ്മൾ? ഇൻഡ്യൂസ്ഡ് EMF ഇൻക്രീസ് ചെയ്യാൻ ചോദിക്കുന്ന കേസിൽ നമുക്കറിയാം, ഇഫ് വി ആർ ഇൻക്രീസിങ് ദ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ആൻഡ് വെൻ ഐ എം ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്താൽ induced EMF increase ചെയ്യും. And also in that case you may have seen when I am inserting an iron core we can increase the induced EMF എന്നുള്ളൊരു കേസ് ഫാരഡേസ് സെക്കൻഡ് എക്സ്പെരിമെന്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഐ വിൽ റിപ്പീറ്റ് ദാറ്റ് ഹിയർ. ഓക്കെ, സോ ഐ ഹാവ് എ കോയിൽ. ഫാരഡേസ് സെക്കൻഡ് എക്സ്പെരിമെന്റ് ആണ് പറയുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക്. So in Faraday's second experiment, I know I have, this is my one coil number 1, their current is passing and a key is placed. This is my coil number 1. And I have a coil number 2. Instead of bar magnet, I am using the first coil, you know. ഈ ഫസ്റ്റ് കോയിലിൻ്റെ കോയിൽ നമ്പർ 1ൻ്റെ ഇമ്പോർട്ടൻസ് എന്താ അവിടെ? നമ്മുടെ ഫസ്റ്റ് ഫാരഡേസ് സെക്കൻഡ് എക്സ്പെരിമെന്റിൽ കോയിൽ നമ്പർ 1 ഈസ് ആക്ച്വലി ക്രിയേറ്റിംഗ് ദി മാഗ്നറ്റിക് ഫീൽഡ്. A current carrying solenoid is similar to a bar magnet എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. So this is actually creating the magnetic field, and in that magnetic field I am placing coil number 2, and the coil number 2 നമ്മൾ വേറെ current carrying device means cell ഒന്നും കണക്ട് ചെയ്യത്തില്ല. It is only connected to a galvanometer, and this I am calling as coil number 2. Okay, so അങ്ങനെ നമ്മുടെ coil number 1ഉം coil number 2ഉം ഒക്കെ ഉണ്ട്. So when current is passing through coil number 1, I know a magnetic field will be created in that region, and in that magnetic field we are placing our coil number 2. Okay, ഈ 1 ഉം 2 ഒക്കെ നിങ്ങൾക്ക് മാറ്റിയിടാം കേട്ടോ. പണ്ട് ഞാൻ പഠിക്കുമ്പോൾ വിചാരിക്കുമായിരുന്നു ഇതിങ്ങനെ തന്നെ വേണം, അങ്ങനെയൊന്നുമില്ല. സോ നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. കോയിൽ നമ്പർ 1 മീൻസ് ഇറ്റ് ക്യാൻ ബി കറണ്ട് ക്യാരിങ് കോയിൽ, അല്ലെങ്കിൽ അപ്പുറത്തെ കോയിലിനെ കോയിൽ നമ്പർ 1 എന്ന് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. ബട്ട് എഴുതുമ്പോൾ അത് ക്ലിയർ ആയിട്ട് വേണം പറയാനായിട്ട്. സോ കോയിൽ നമ്പർ 2 ഓർ കോയിൽ നമ്പർ 1, ദ കറണ്ട് പാസ് ചെയ്യുന്ന ആ കോയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഓർക്ക്.
Okay, so when current passing through coil number 1, it is creating a magnetic field. In that magnetic field, our coil number 2 is placed. And from here, I have seen some questions related to how we can increase the induced EMF in coil number 2. Or how can I increase the deflection in coil number 2? Deflection of galvanometer in coil number 2. എങ്ങനെ നമുക്ക് കോയിൽ നമ്പർ 2-ലെ ഡിഫ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ പറ്റുക? ഹൗ ക്യാൻ ഐ ഇൻക്രീസ് ദ ഡിഫ്ലക്ഷൻ ഇൻ കോയിൽ നമ്പർ 2? ഡിഫ്ലക്ഷൻ ഇൻ കോയിൽ നമ്പർ 2, ഡിഫ്ലക്ഷൻ ഓഫ് ഗാൽവനോമീറ്റർ, ഡിഫ്ലക്ഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻ കോയിൽ 2 ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ, എങ്ങനെ നമുക്കിത് ഇൻക്രീസ് ചെയ്യാൻ പറ്റും? സോ യു നോ വൈ ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. അവിടെയാണ് ട്വിസ്റ്റ്. ഈ ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, സോ ഹിയർ ഹൗ ക്യാൻ ഐ ഇൻക്രീസ് ദ ഇൻഡ്യൂസ്ഡ് EMF ഓർ ഹൗ ക്യാൻ ഐ ഇൻക്രീസ് ദ ഫ്ലക്സ്? ഒന്ന് പറഞ്ഞേ. സെക്കൻഡ് കോയിലിലെ ഡിഫ്ലക്ഷൻ ഓർ സെക്കൻഡ് കോയിലിലെ ഇൻഡ്യൂസ്, ഇവിടെയല്ലേടാ ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇൻഡ്യൂസ്ഡ് EMF ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ സെക്കൻഡ് കോയിലിലെ ഇൻഡ്യൂസ്ഡ് EMF കാൽക്കുലേറ്റ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് ചോദിക്കും. അത് പറഞ്ഞപ്പോൾ എന്നോട് ചില കുട്ടികളെ ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് കോയിൽ നമ്പർ 1-ലും EMF ഇൻഡ്യൂസ് ചെയ്യേണ്ടതല്ലേ? Why there is no induced EMF in coil number 1? സെൽഫ് ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? സോ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ കോയിലിലെ കറണ്ടിന്റെ ചേഞ്ച് കാരണം അതേ കോയിലിൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് സെൽഫ് ഇൻഡക്ഷൻ. ആ സെൽഫ് ഇൻഡക്ഷൻ വഴി നമ്മുടെ കോയിൽ നമ്പർ 1-ൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യേണ്ടതല്ലേ? ദാറ്റ് EMF ഐ ക്യാൻ കോൾ എ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് നമുക്ക് പറയാൻ പറ്റും. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. അങ്ങനെ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഈ കേസിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ലേ? എന്തായിരിക്കും ആൻസർ? ആ കേസിലും നമ്മുടെ കോയിൽ നമ്പർ 1-ലും സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഞാൻ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സെക്കൻഡ് കോയിലിലെ ഇൻഡ്യൂസ്ഡ് EMF ആയതുകൊണ്ടല്ലേ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആയതുകൊണ്ടാണ് നമ്മൾ ആ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMFന്റെ കേസ് വലിയ കാര്യമായിട്ട് പറയാത്തത്. ഓക്കെ, ഡോണ്ട് തിങ്ക് ദാറ്റ് അവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് ഇല്ല, അല്ലെ സെൽഫ് ഇൻഡക്റ്റൻസ് നടക്കണമെങ്കിൽ എന്തൊക്കെയോ വേറെ സ്പെഷ്യൽ കേസസ് ഉണ്ട്, അങ്ങനൊന്നുമില്ല. ഏതൊരു കോയിലിലെ കറണ്ടിന് ചേഞ്ചസ് ഉണ്ടായാലും അതേ കോയിലിൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യും. ഇനി നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയും. ഓക്കെ, സോ ഇൻ അവർ ഫസ്റ്റ് കോയിൽ ഓൾസോ EMF ഈസ് ഇൻഡ്യൂസ്ഡ്. ഓക്കെ, ബട്ട് ഇൻ ദിസ് കേസ് ഐ എം കോൺസെൻട്രേറ്റിംഗ് ഓൺ കോയിൽ 2, അതുകൊണ്ട് അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും പറയാത്തത്. ഓക്കെ, so how can I increase the deflection in coil number 2? First case, നിങ്ങൾക്കറിയാം ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് കേസ് ഐ ക്യാൻ ഇൻക്രീസ് ദ ഇൻഡ്യൂസ്ഡ് EMF or the deflection in coil number 2 by increasing the relative speed. You know, increase the relative speed between the coils. അതായത് കോയിൽസ് വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കുക, അടുത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇൻക്രീസ് ദി റിലേറ്റീവ് സ്പീഡ്. റിലേറ്റീവ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്ന കേസിൽ വി ക്യാൻ സേ സ്പീഡ് ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും വളരെ ചെറിയ ടൈമിലാണ് ആ ചേഞ്ച് ഇൻ ഫ്ലക്സ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഐ നോ ഇൻഡ്യൂസ്ഡ് EMF ഈക്വൽ ടു d∅/dt. സോ ചെറിയ ടൈം ഡിക്രീസ് ചെയ്യല്ലേ, നമ്മൾ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക മീൻസ് ടൈം ഈസ് ഡിക്രീസിങ്. സോ വെൻ ടൈം ഈസ് ഡിക്രീസിങ് ഇൻഡ്യൂസ്ഡ് EMF വിൽ ഇൻക്രീസ്. സോ യു ഹാവ് ടു റൈറ്റ് ദ എക്സ്പ്ലനേഷൻ ഓൾസോ. ഓരോ പോയിന്റ്സ് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്നും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഓക്കെ, ആൻഡ് സെക്കൻഡ് കേസ്, second, I can increase the induced EMF in coil number 2 by increasing the number of turns എന്ന് പറയും. But you have to tell me, രണ്ട് കോയിലില്ലേ ഇവിടെ, രണ്ട് കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. സോ ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF ഇൻക്രീസ് ചെയ്യണേ ഏത് കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കും ഞാൻ ഇൻക്രീസ് ചെയ്യേണ്ടത്? കോയിൽ നമ്പർ 1 ഉണ്ട്, കോയിൽ നമ്പർ 2 ഉണ്ട്. രണ്ടിലെ ഇൻക്രീസ് ചെയ്യണോ അതോ കോയിൽ നമ്പർ 1-ലെ മതിയോ കോയിൽ നമ്പർ 2-ലെ മതിയോ എന്നൊന്ന് പറഞ്ഞേ. Can you tell me? ഏത് കോയിൽ ഇൻക്രീസ് ചെയ്ത, ഏത് കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്ത ഐ ക്യാൻ ഇൻക്രീസ് ദ ഇൻഡ്യൂസ്ഡ് EMF? തിങ്ക്. എല്ലാവരും പറയും നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യണം എന്ന് പറയും. ഏത് കോയിൽ നിന്ന് ആർക്കും അങ്ങനെ മീൻസ് ആർക്കല്ല, കുറച്ച് പേരൊക്കെ പറയാറുള്ളൂ. ഓക്കെ, സോ യു ക്യാൻ ടെൽ മീ ഏത് കേസിലായിരിക്കും ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക? കോയിൽ നമ്പർ 1 ആണ്. ആക്ച്വലി ഐ നോ കോയിൽ നമ്പർ 1 ഈസ് പ്രൊഡ്യൂസിങ് ദ മാഗ്നറ്റിക് ഫീൽഡ്. Coil number 1 is producing magnetic field. So ആ magnetic field in the equation ആണ് produce magnetic field equal to mu0 Ni. So if I am increasing the number of turns of coil number 1, magnetic field will increase. When the magnetic field increases, flux will increase. So thereby EMF can be increased. You got it?
കോയിൽ നമ്പർ 1 അല്ലെങ്കിൽ കറണ്ട് ഏത് കോയിലൂടെയാണോ പാസ് ചെയ്യുന്നത് ആ കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടത്. So here I am increasing the number of coil number 1. That means N1 if I am increasing, magnetic field will increase. So when magnetic field increases, magnetic flux will increase. Flux will increase. Phi will increase. When phi increases, I know induced EMF will also increase. You got it? Induced EMF കൂടി കഴിഞ്ഞാൽ I can say flux will increase. I mean deflection will increase. Yeah. And the third and most important point, ഇതൊക്കെ പറയാൻ വേണ്ടി ഞാൻ ഇവിടെ വരെ വന്നത്. Third point that I can say, when I am placing an iron rod in coil number 1, I can increase the deflection. Coil number 1, if I am inserting or I am placing, if I am placing an iron rod, are you able to see iron rod in coil number 1, or ആവേശത്തിന് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിപ്പോകും, coil number 1, inside coil number 1, magnetic flux will increase. അതെങ്ങനെയാ കോയിൽ നമ്പർ 1ൽ when I am placing an iron rod in coil number 1, how can it increase the flux? എടാ ഒരു കോയിലിൽ നമ്മളൊരു അയൺ റോഡ് പ്ലേസ് ചെയ്യണം. സോ അയൺ റോഡ് പ്ലേസ് ചെയ്യുമ്പോൾ അയൺ റോഡ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ് അല്ലേ, സോ ഇറ്റ് വിൽ ഇൻഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അതൊരു മാഗ്നറ്റിക് ഫീൽഡും കൂടി ഇൻഡ്യൂസ് ചെയ്യും. ആ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും കൂടെ കൂടി ഒരു നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് വിൽ ബി മോർ സ്ട്രോങ്ങർ ദാൻ ദ പ്രീവിയസ് വൺ. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. സോ ദെയർ ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്താൽ ഐ നോ ഫ്ലക്സ് വിൽ ഇൻക്രീസ്. വെൻ ഫ്ലക്സ് ഇൻക്രീസസ് ഇൻഡ്യൂസ്ഡ് EMF വിൽ ഓൾസോ ഇൻക്രീസസ്. യു ഗോട്ട് ഇറ്റ്? ഈ പോയിന്റ് ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതേ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. ഇതിന് സിമിലർ ആയിട്ടാണ് നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമ്മൾ ഇപ്പോഴാണ് നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പോകുന്നത്. So how does the self-inductance of a coil change when an iron rod is introduced? ഇനി പറയാം. So when I am introducing the iron rod, magnetic field will increases. Okay. So when magnetic field increases, magnetic flux will also increases. Okay. I know N phi is equal to Li. അറിയാം എനിക്ക്. Or L is equal to N phi by I. So when flux increases, I can say induced or self-inductance will also affected by that. Okay. അതിനൊരു സ്പെഷ്യൽ കേസസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ വിചാരിക്കല്ലേ ആ കോയിലിനെ ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത്. സെൽഫ് ഇൻഡക്റ്റൻസ് എപ്പോഴും ഈ കോയിലിനെ ഡിപ്പെൻഡ് ചെയ്യുക. കോയിലിൻ്റെ ഏരിയ ചേഞ്ച് ചെയ്താൽ, കോയിലിൻ്റെ ലെങ്ത് ചേഞ്ച് ചെയ്താൽ, കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് ഉണ്ടായാൽ, ദാറ്റ് മീൻസ് ഈ അയൺ റോഡൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന കേസിൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദാറ്റ് കോയിൽ ആ കോയിലിൻ്റെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുക. യു ഗോട്ട് ഇറ്റ്? ഓക്കെ. ഈവൻ ഇഫ് ഐ എം സെയിങ് കോൺസ്റ്റന്റ്, എല്ലാം നമ്മൾ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാലും ചില ഫാക്ടേഴ്സ് നമ്മൾ സ്റ്റേഷനറി ഇങ്ങനെ കോൺസ്റ്റന്റ് ആക്കി വെച്ചാൽ മാത്രമേ ഉള്ളൂ ഐ ക്യാൻ സേ ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഇത് കറണ്ട് ചേഞ്ച് ചെയ്ത സെൽഫ് ഇൻഡക്റ്റൻസിന് ചേഞ്ച് ഒന്നും വരില്ല. ബട്ട് വെൻ എവർ ഐ എം ചേഞ്ചിങ് ദ ഏരിയ ഓർ ലെങ്ത് ഓഫ് ദി കോയിൽ, സെൽഫ് ഇൻഡക്റ്റൻസ് വിൽ ചേഞ്ച്. അതേപോലെ ഒരു കേസാണ് നമ്മളിവിടെ കണ്ടത്. ഓക്കെ അല്ലേ? സോ മൂവിങ് ഓൺ. How does the mutual inductance of a pair of coils change when the number of turns of each coil is decreased? ഇതുപോലെയുള്ള സിമിലർ ക്വസ്റ്റ്യൻ നിങ്ങൾ ഷുവർ ആയിട്ടും സെൽഫ് ഇൻഡക്റ്റൻസിൽ അല്ലെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൽ നിന്ന് കാണും, ഷുവർ ആണ്. സോ ഐ ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ദിറ്റ്. എനിക്ക് ഇക്വേഷൻ അറിയാം. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈസ് ഈക്വൽ ടു എയർ. വേറെ ഒന്നും മീഡിയത്തിനെ പറ്റി മെൻഷൻ ചെയ്യുന്നില്ല. ദ മീഡിയം വിൽ ബി എയർ. വേറെ ഒന്നും ആലോചിക്കേണ്ട. μ0 N1 N2 AL. So when the number of turns, എന്തൊരു ക്വസ്റ്റ്യൻ അല്ലേ ഇത്, when the number of turns N1 decreases, N2 will also decrease. അല്ല, N2 ഡിക്രീസ് ചെയ്യുന്നു ഇവർ പറയുന്നുണ്ട്. N1 ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് അല്ല N2 ഡിക്രീസ് ചെയ്യുന്നത്. ഹിയർ ഇൻ ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് N1 decreases, N2 decreases എന്ന് പറയുന്നുണ്ട്. when the number of turns of each coil decreases എന്നല്ല ക്വസ്റ്റ്യൻ. yeah. So when N1 and N2 decreases, I can say mutual inductance surely will decrease because mutual inductance is proportional to product of N1 and N2. From here you can say that. Right. So mutual inductance decrease ചെയ്യാണ് when number of turns decrease ചെയ്യും. ഇതേപോലെ സിമിലർ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങളോട് ചോദിക്കുക N1 become half and N2 become double, what will happen to mutual inductance എന്നൊക്കെ പറഞ്ഞ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ബട്ട് എന്തൊക്കെയാണെങ്കിലും ഈ സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ കേസിൽ നമ്മളൊരു ബേസിക്, ഒരു വളരെ കുറവ് നമ്പർ ഓഫ് ടോട്ടൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ നിന്ന് ഐ എം സെയിങ് 10 ഇക്വേഷൻ നിങ്ങൾ കൗണ്ട് ചെയ്തോ. 10 ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ഒരു ന്യൂമറിക്കൽ പോലും നിങ്ങൾക്ക് മിസ്സാവില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട്
എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ മജോറിറ്റി ഇവിടുന്ന് ചോദിക്കുന്ന ന്യൂമറിക്കൽസ് അല്ലെങ്കിൽ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം സിമ്പിൾ ആയിരിക്കും. ഒരു ഡിറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ ലെൻസ് ലോ എന്നൊരു ഐഡിയ ഉണ്ട്. പിന്നെ ബേസിക് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താ, സെൽഫ് ഇൻഡക്ടൻസ് അതൊക്കെ ഒന്നും അറിയാമെങ്കിൽ ഫ്ലക്സ് എന്താണ്, യൂണിറ്റ്സ് ഓഫ് ഫ്ലക്സ്, വോട്ട് ഇൻഡക്ടൻസിൻ്റെ ഒക്കെ യൂണിറ്റ് ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഈ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഐ ഹാവ് ടു ആസ്ക്, നമ്മുടെ ഇൻഡക്ടൻസിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു ഹെൻറിയാണ്. ഇൻഡക്ടൻസ് സ്കെയിലർ ആണോ വെക്ടർ ആണോ? സ്കെയിലർ ആണ്. ഇൻഡക്ടൻസ് N∅/I അല്ലേ? N∅ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് സ്കെയിലറാ, ഐയും സ്കെയിലറാ. സോ ഇൻഡക്ടൻസ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. അങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ്റെ സബ് ഡിവിഷൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. എന്തൊക്കെയാണെങ്കിലും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണെന്ന് ഞാൻ പറയും. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ചാപ്റ്ററാണ്. കുറേ ഡിറക്ഷൻ ഒക്കെ ഉണ്ട്, ശരിയാണ്. നമ്മൾ ക്ലാസ് ഇരുന്ന കൈയും കാലും ഒക്കെ വെച്ച് ചെയ്യേണ്ടി വരും, റൈറ്റ് ഹാൻഡ് റൂളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. ബട്ട് എനിവേ ഒരു സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുന്ന, അല്ലെ നമ്മളെ കുറച്ച് ഹാപ്പി ആക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. പഠിക്കാൻ വളരെ ഈസിയാണ്. ഇത്ര ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ ചെയ്ത ഒരു മോർ ദാൻ 20 ക്വസ്റ്റ്യൻസ് ഫ്രം ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 നിങ്ങൾക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇന്ന് ഒരു ഷുവറായിട്ട് ഒരു എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ഫൈൻ ചെയ്യുന്ന ഒരു അപ്രോക്സിമേറ്റ്ലി 90% ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ബാക്കി 10% നിങ്ങൾ എന്തെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്നതോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പാർട്ട് ഫ്രം ദാറ്റ് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന, പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. എക്സാമിന് അത്യാവശ്യം വെയിറ്റേജ് ഉള്ളതാണ്. 6 to 8 സ്കോർ ചോദിക്കാറുള്ള ചാപ്റ്ററാണ്. ഏറ്റവും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.